ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. 6700 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ആൾക്കാർ ഗോൾഡ് ഇടാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇപ്പോൾ 18 ക്യാരറ്റ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെയൊക്കെ റേറ്റ് വെച്ചിട്ട് നമുക്കൊരു 5400 രൂപ റേഞ്ചിൽ നമുക്ക് 18 ക്യാരറ്റ് ഗോൾഡ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് സാധാരണ ആൾക്കാർ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഗോൾഡൊക്കെ മേടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അസറ്റായിട്ട് കാൽക്കുലേറ്റ് ആയിട്ടാണ് നമ്മൾ മേടിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പരമാവധി പണിക്കൂലി കുറവ് നോക്കിയിട്ടൊക്കെ നമ്മൾ അത്രയും സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാം. എന്നാൽ കുറേ പേര് ഈ ഗോൾഡ് മേടിക്കാനായിട്ട് അത്രയും പൈസ കുറവുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് 20,000 രൂപയ്ക്ക് ഓർണമെൻറ്റ്സൊക്കെ കണ്ട് പല ആളുകളും അത്തരം ചില ജ്വല്ലറി ഷോപ്പിലൊക്കെ നമ്മൾ ചെല്ലും. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ 18 ക്യാരറ്റ് ഗോൾഡാണ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ക്യാരറ്റിൻ്റെ അത്ര റേറ്റ് ഇല്ല, 5500 രൂപ റേറ്റ് ഉള്ളതെന്നൊക്കെ വിചാരിച്ച് ഇവർ ഓർണമെൻറ്റ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ജ്വല്ലറി നമ്മൾ അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാണ് ചെയ്യണം. അങ്ങനെ 18 ക്യാരറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ 1 ഗ്രാമിന് 5400 രൂപ റേറ്റ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഇതിൻ്റെ പണിക്കൂലി 30% വരുന്നുണ്ട്. ഇത് പല ആളുകളും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല. ബില്ല് കൊടുക്കുന്ന സമയത്ത് ഇത് ചോദിക്കാനുള്ള മടി കൊണ്ട് പല ആൾക്കാരും ഒന്നും മിണ്ടാതെ മേടിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് കൊടുക്കുമ്പോൾ ഈ പണിക്കൂലി എൻറ്റയർലി ഡിപ്രിസിയേഷൻ ആണ്, നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടില്ല. പ്ലസ് നിങ്ങളൊരു 4 ഗ്രാം ഗോൾഡ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6700 രൂപ ഇൻറ്റു 4 അതിൻ്റെ പണിക്കൂലിയും ചേർത്ത് കഴിഞ്ഞാലും ഈ 18 ക്യാരറ്റ് ഗോൾഡ് മേടിക്കുന്നതിന് അത്രയും വരില്ല. പക്ഷേ ജ്വല്ലറീസ് 18 ക്യാരറ്റ് എടുക്കാനായിട്ട് നമ്മൾ കുറേ മാർക്കറ്റിംഗ് ടാക്ടിക്സ് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം. അത് പൊട്ടില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ശരിയാണ്, സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചേക്കും, ഒരു 10,000 രൂപയ്ക്ക് നിങ്ങളൊരു ഗോൾഡ് മേടിക്കുമ്പോൾ അതിനൊരു 2500-3000 രൂപ മേക്കിംഗ് കോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ ലോസാണ്. നമ്മൾ ഈ ഹാർഡ് കോർ ഏൺ ചെയ്യുന്ന മണി നമ്മൾ അത്രയും സൂക്ഷിച്ചാണല്ലോ നമ്മൾ ചിലവാക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സിൽ നമുക്കത് നല്ലപോലെ ലോസാവും. അപ്പോൾ നിങ്ങളൊരു 18 ക്യാരറ്റ് ഗോൾഡ് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ഡബിൾ ക്രോസ് ചെയ്ത് ആലോചിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. കാരണം വെച്ചാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഒരിക്കലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയും ലോസാണ്. അപ്പോൾ നിങ്ങൾ വൈസ്ലി ഡിസിഷൻസ് എടുക്കുക. ഇത് നമ്മുടെ ചാനലിൽ നമ്മുടെ ടോപ്പിക്കല്ല, പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ പോയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.